ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റ് ടു ടുഡേ ടോക്സ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കല്യാണി മൈ വേ ബൈ കല്യാണിനെ കുറിച്ചാണ്. പക്ഷെ മറ്റേ ഇഷ്യൂസ് അല്ല കേട്ടോ. അതായത് ആ ഫേസിൽ ആ മെലാസ്മയൊക്കെ വന്നിട്ടുള്ള ഇഷ്യൂ ഉണ്ടല്ലോ, അതല്ല സംസാരിക്കുന്നത്. ഇപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മറ്റൊരു കാര്യമാണ്. കാര്യം നേരത്തെ ഈ എന്താ കല്യാണി എന്ന് പറയുന്നവര് അത്യാവശ്യം ബ്യൂട്ടി ബ്ലോഗ് ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. ഇപ്പൊ അതൊന്നും ഇപ്പൊ കാണുന്നില്ല. എന്തോ ഈ ഒരു സംഭവത്തിന്റെ കാരണമാണോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇപ്പൊ അതൊന്നും അവർ ചെയ്യുന്നില്ല. ഇതിന്റെ അല്ല, അന്ന് പണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ആ പ്രശ്നത്തിന്റെ പേരിലാണ് ഇപ്പൊ ഇവര് ഈ സംഭവങ്ങളൊന്നും എന്തായാലും ചെയ്യുന്നില്ല. സോ ഇപ്പൊ ഇവര് കൂടുതലും ഡ്രസ് റിവ്യൂസും പിന്നെ ഫുഡ് കഴിക്കുന്നതിന്റെ. ഇനിയിപ്പോ മറ്റേത് എന്താവും എന്നറിയത്തില്ല. അതായത് മറ്റേ നിലൂഫർ ഡോക്ടർ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടല്ലോ. അതായത് നിലൂഫർ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി വലിയ വലിയ ആക്ടേഴ്സിനും കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു വലിയൊരു പദവിയിലുള്ള ഒരു ഡോക്ടർ തന്നെയാണ് നിലൂഫർ ഡോക്ടർ. ഈ പറയുന്ന കല്യാണിയാണെങ്കിൽ അവരുടെ അടുത്തുനിന്ന് അതായത് മോശമായിട്ട് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ കംപ്ലൈന്റ് കൊടുത്തത്. എന്തായാലും ഞാൻ അത് കോർട്ടിലായിരിക്കും അത് ഡിസൈഡ് ആണത്. അവരും കേസായിട്ട് തന്നെ, അതായത് നിലൂഫർ ഡോക്ടർ കേസായിട്ട് തന്നെ മുന്നോട്ടൊക്കെ പോകാനായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഞാനിവരുടെ അത്യാവശ്യം ഡ്രസ്സിന്റെ വ്ലോഗൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. ഇപ്പൊ നേരത്തെ ഒന്നും അങ്ങനെ കാണലായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ഒരു തവണ റിയാക്ട്, നല്ല രണ്ട് മൂന്ന് തവണ ഇവരെ കുറിച്ച് റിയാക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് എപ്പോഴും ഇവരുടെ ചാനലിൽ നിന്ന് ഇത് വരാറുണ്ട്. അപ്പൊ സോ ഞാനപ്പോ ഇവർ അത്യാവശ്യം ഡ്രസ്സിന്റെ ഇതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ നോക്കും. പിന്നെ അടുത്ത് തന്നെ ഇവർ ഫുഡിന്റെയാണ്, ഇവർ ഫുഡ് കഴിക്കുന്ന സംഭവങ്ങളാണ് കാണിക്കുന്നത്. ഫുഡ് ഉണ്ടാക്കുന്നതിനല്ല, ഫുഡ് കഴിക്കുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ഫുഡ് കഴിക്കുന്നത് അതൊക്കെ ഓക്കെ. പക്ഷെ അതിനിടുന്ന ഒരു എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ഇവരെന്താ തീറ്റ കാണാത്ത രീതിയിൽ എന്താ ഇവര് കിടന്ന് കാണിക്കണേ. ഈ പറയുന്ന ഈ ഈ വ്യക്തി, അതായത് ഈ കല്യാണി എന്ന് പറയുന്ന ഇവര് ഭക്ഷണമൊന്നും കാണാതെ കിടക്കുന്നവരല്ല. അത്യാവശ്യം നല്ല ഏർണിങ്സ് ഒക്കെ കിട്ടി നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന ടൈപ്പുള്ള ആള് തന്നെയാണ്. പക്ഷെ ഇവര് കഴിക്കുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും, അതായത് ഒത്തിരി അങ്ങ് കാണുമ്പോഴത്തേക്കും അതായത് കഴിക്കുന്നത് എന്താ, ഈ ചോറ്, മീൻകറി, അല്ലെങ്കിൽ എന്തൊരു അച്ചാറ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈഡ് ഡിഷ്, അതൊക്കെ ആയിരിക്കും കഴിക്കണം. പക്ഷെ ഇവര് കാണിക്കുന്ന എക്സ്പ്രഷൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇവർ ആദ്യമായിട്ട് കഴിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. അതായത് ഒരു ലോഡ് എക്സ്പ്രഷൻ, അങ്ങനെ പറയാൻ പറ്റും. അത്രയും എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് ഈ കല്യാണി ഓരോ വീഡിയോസും കാണുക. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചോട്ടോ, എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നുന്നത്, കാണുന്ന വ്യൂവേഴ്സ്, അതായത് എപ്പോഴും നമ്മൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക നമുക്കൊരു മടുപ്പ് തോന്നുമല്ലോ. അതായത് അത്രയ്ക്ക് എക്സ്പ്രഷൻ ഇവരിട്ടോണ്ടിരിക്കുന്നത്. സോ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണോ, ബാക്കിയുള്ളവർക്ക് എന്താ തോന്നണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവരുടെ ഈ ഫുഡ് കഴിക്കുന്നതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴത്തേക്കും സെയിം, അതായത് നാട്ടുകാർക്കും ഇതൊക്കെ തന്നെയാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇവര് ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ ഞാൻ ഇവരുടെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വഴികളായ റോഡിലൂടെ എല്ലാം തെണ്ടി തിരിഞ്ഞ് വന്നിട്ട് നേരെ അടുക്കള പ്ലേറ്റ് എടുത്തോണ്ട് കയറി കേട്ടോ, വല്ലതും തിന്നാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എമ്മി ഒരൊറ്റ ലെഗ് പീസ് ഉണ്ട്. ഇത് അപ്പൂന് വെച്ചേക്കമ്മ, എന്റെ കാല വെട്ടും എടുത്ത. ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാവേ. ഇതുണ്ടോ? അയ്യോ തോന്നുന്നു, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന കണ്ണിമാങ്ങ പോലെ അല്ല ഇത്, കണ്ടോണേ. കറുമുറ സൗണ്ട് കണ്ടോ? ഇതിന്റെ മണം മതി ചോറിന്. എമ്മി എമ്മി. വേറെ കറികളൊന്നുമില്ല, മീൻതലയും അച്ചാറും. സന്തോഷം. കഴിച്ച് കഴിച്ച് മക്കം കഴിക്കാം. അപ്പൊ പിന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞു ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കപ്പ് എനിക്ക് വേണം കേട്ടോ. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം പോയി എടുക്കാൻ വയ്യാത്തോണ്ട് ഈ വലിയ കപ്പിന്റെ അകത്തങ്ങ് വെക്കാലോ എന്ന് വിചാരിച്ചു. മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല പച്ച പാരയായിരുന്നു കേട്ടോ, ചൂണ്ടയിട്ട് പിടിച്ചത്. അങ്ങനെ ഞാൻ അതും കൂടെ ഒഴിച്ചിട്ട് ദാണ്ട് ഇങ്ങനെ എമ്മിയായിരുന്നു കേട്ടോ. ഇരുന്ന് ഇങ്ങനെ മൃഷ്ടാനം ഞാൻ കഴിച്ചു. അതായത് ഇവരിപ്പൊ നിങ്ങൾ കണ്ടില്ല, ഒരു ലോഡ് എക്സ്പ്രഷൻസ് ആണ് വിത്ത് സൗണ്ട്സ്. അതായത് കഴിക്കുന്നതിന്റെ ഒക്കെ ഇങ്ങനെയൊക്കെ ഒരുമാതിരി സൗണ്ട്സ് ഇല്ലേ, അതുപോലത്തെ ഒരു സൗണ്ട്സ് കേട്ടിട്ട് ഇങ്ങനെ ഓവറാക്കി ചളകുളമാക്കുക എന്നൊക്കെ പറയത്തില്ല, അതേപോലെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കണ്ട് അത് എന്തിനകത്ത് കഴിക്കുന്നത്, ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു മീൻകറിയും ഒരു അച്ചാറും ഈ പറയുന്ന എന്താണ് മീൻ തല പൊരിച്ചതും അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. പക്ഷെ ഇവരിടുന്ന എക്സ്പ്രഷൻ കണ്ടാലോ നമ്മൾ വിചാരിക്കും ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും, നമുക്കാണോ കുഴപ്പമുള്ളത് എന്നാണ് രീതിയിലൊക്കെ വിചാരിക്കും. ഞാനപ്പോ എന്തായാലും എനിക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി, എനിക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ ഇവരുടെ കമന്റ് ബോക്സിൽ കുറച്ച് കമന്റ്സ് കാണിച്ചു തരാം. ഫസ്റ്റ് ഒരാൾ ഇട്ടേക്കണേണ്, ഓവർ ആക്കല്ലേ. ചിലതിനൊക്കെ പുള്ളിക്കാരി റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓവർ ആക്കല്ലേ. പിന്നെ അടുത്തത്, ഒത്തിരി ഇഷ്ടത്തിൽ നിന്നും ഒട്ടും ഇഷ്ടമല്ലാതായി, അഹങ്കരിക്കാതായിരുന്നു, സ്ലിം ബ്യൂട്ടി ആവാൻ നോക്കിയത്, ഇപ്പൊ സ്ലിം മാത്രമേ ആയുള്ളൂ, ബ്യൂട്ടി ഒക്കെ പോയി. അത് ശരിയായ ഒരു കാര്യം തന്നെയല്ലേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പുള്ളിക്കാരുടെ ഫേസിനൊക്കെ ഭയങ്കര മാറ്റം. അതായത് പണ്ട് കാണാൻ മേനെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഉണ്ടായിരുന്നു അങ്ങനെയൊന്നല്ല ഞാൻ പറയണത്. എന്ന് വെച്ചാൽ പണ്ട് കാണാൻ അത്യാവശ്യം നല്ല ഭംഗി തന്നെയായിരുന്നു, സുന്ദരിയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതും ഇതൊക്കെ ക്രീമും കാര്യങ്ങളൊക്കെ തേച്ച് ലാസ്റ്റ് അത് പണിയായി. ഇപ്പൊ അതായത് നമ്മുടെ നിലീഫ് ഡോക്ടർ പറഞ്ഞത് ഏകദേശം സത്യമുള്ള കാര്യമൊക്കെ തന്നെയാണ്. ഏകദേശം അല്ല, എനിക്കത് കണ്ടിട്ട് 100% സത്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെയൊക്കെ തേച്ചും ലാസ്റ്റ് സ്കിന്ന് മുഴുവൻ പോയി ഫുള്ള് ഡാമേജ്. ഇപ്പൊ ഫേസ് ഒക്കെ ആകെ ഡള്ളായി പോയി പറയുന്ന ആരാണ് ഈ കല്യാണിയുടെ. അങ്ങനെ അപ്പൊ ഒരാളുടെ കമന്റ് ആണ്. അപ്പൊ ഞാൻ എനിക്ക് തോന്നിയ എക്സ്പീരിയൻസ് പറഞ്ഞു കേട്ടോ. ഇനി അടുത്തതെന്ന് വെച്ചാൽ അടുത്ത കമന്റ്, ഓവറാക്കി വെറുപ്പിച്ചു. അതായത് ഇതിനെ കുറിച്ച് തന്നെയാണ്, ഇവര് ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ചാണ്. എന്നിട്ട് അടുത്താണ്, ഇത്തിരി ചോറും മീനും കഴിക്കാൻ ഒരു ലോഡ് എക്സ്പ്രഷൻ. സത്യമല്ലേ? ഇത്തിരി കുറച്ച് മീനും ചോറും കഴിക്കുന്നതിനാണ് ഇത്രയും എക്സ്പ്രഷൻ. നമ്മൾ ഇതൊക്കെ ഡെയിലി വീട്ടിൽ കഴിക്കുന്നതല്ലേ. അപ്പൊ അതിന് ഇത്രയും എക്സ്പ്രഷൻ ഇട്ട് ഇത്രയും ഓവറാക്കി ചളവാക്കേണ്ട കാര്യമുണ്ടോ കല്യാണി?
വളരെയധികം അടുത്താണ്. ഈ തള്ളക്ക് വേറെ പണിയില്ലേ. അടുത്തൊരു കമന്റ്, ഓവറാണ് ഇവർ കാണിക്കുന്നത്. മൈക്കിനെ സൗണ്ട് കേൾക്കുമ്പോൾ ഇവരോട് ദേഷ്യം വരും. അതായത് കഴിക്കുന്ന സൗണ്ട് അല്ലോ, ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് ദേഷ്യം വരുവാണെന്നാണ് പറയുന്നത്. ഇപ്പൊ അടുത്തൊരു കമന്റ്, ഗ്ലൂട്ടാത്തയോൺ ഇല്ലാത്തോണ്ട് ഇപ്പോൾ റിയൽ കോലം പുറത്ത് വന്ന് കറുത്തുപോയി. അടുത്തൊരു കമന്റ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കേൾക്കുമ്പോ ഈ പറയുന്ന കല്യാണിയുടെ ജീവൻ പോകുന്നുണ്ടായിരുന്നു. ഇതിനോട് ആർത്തിയാണല്ലേന്ന്. അങ്ങനെയൊന്നുമില്ല, പുള്ളിക്കാരി ഇതൊക്കെ വെറുതെ കേട്ട് കാണിക്കുന്നതാണ്. പിന്നെ കൂടുതലും ഈ പുള്ളിക്കാരിയുടെ ഭംഗിയൊക്കെ പോലെ അതിനെ കുറിച്ചൊക്കെയാണ് കൂടുതലും എന്താ ഇട്ടേക്കണത്. പിന്നെ എന്നാ എല്ലാരും കൂടുതൽ പറഞ്ഞേക്കണ ഇത്തിരി ഭയങ്കര ഓവറാണ്, ഇത്തിരി ഓവറാണ്. ഇപ്പൊ അടുത്ത ഒരു കമന്റ്, ബ്യൂട്ടി ബ്ലോഗർ എന്തൊക്കെയോ തേച്ച് ഇപ്പോൾ തേപ്പ് കിട്ടി, നല്ല പ്രായം തോന്നിക്കുന്നു. ഇതൊക്കെ ആരെ കാണിക്കാനാ? ഒരു നേരത്തെ ആഹാരമില്ലാതെ എത്രയോ പേർ കഴിക്കുന്നു. ഇതൊക്കെ കുറച്ച് ഓവറാണ്. മെയിനായിട്ട് ഇവരുടെ ഈ എക്സ്പ്രഷൻ ഇടുമ്പോഴാണ് ഈ ആൾക്കാർക്ക് കൂടുതലും ഇവരെ വെറുക്കുന്നത്. എല്ലാവരും തന്നെ ഓവർ 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 എന്നാട്ടോ കമന്റ് ഇട്ടായിരിക്കുന്നത്. കൂടുതലും അങ്ങനെ തന്നെയാണ്. ചിലരൊക്കെ ഇട്ടിട്ടുണ്ട് പോസിറ്റീവായിട്ട്, ഹോയ് എന്റെ വായിലും വെള്ളം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരും കമന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ കൂടുതലും പുള്ളിക്കാരിയുടെ ഭംഗി പോയല്ലോ, അതിനെ കുറിച്ചൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ചിലർക്ക് ഭയങ്കര മോശം കമന്റ് ഇട്ടിട്ടുണ്ട്, തമാശ രീതിയിൽ. അപ്പൊ അങ്ങനെയൊക്കെ. എന്തിനാണ് ഇവർ ഇത്രയും കിടന്ന് ഓവറാക്കണത്? അല്ല, ഇത്രയും ഓവറാക്കേണ്ട കാര്യങ്ങൾ. ലെഗ് പീസ് ഉണ്ട്, അത് കണ്ണിന് വെച്ചിരിക്കുകയാണ്. പിന്നെ എന്നാ പറയണത്, പിന്നെ അവര് പറയുന്നുണ്ട് അതെ. പിന്നെയാണെങ്കിലോ ഇവരുടെ വീട്ടിലാണെങ്കിലോ എപ്പോഴും ഇതുപോലെ നോൺ ഐറ്റംസ് തന്നെ. എന്നിട്ടാണ് ഇത്രയും കിടന്ന് ആർത്തി കൂടെ കാണിക്കുന്നത്. ഇതൊക്കെ വെറുതെ ഷോയാണ്. വെറുതെ ഷോ എന്ന് പറയത്തില്ലേ, ഷോ ബേബി എന്ന് പറയത്തില്ല. അതാണ് ഈ സത്യം പറഞ്ഞ കല്യാണി എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ചളിയാക്കേണ്ട വല്ല കാര്യമുണ്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ വീട്ടില് എന്റെ ചേട്ടനൊക്കെ ഉണ്ടല്ലോ, മീൻസ് എന്റെ സ്വന്തം ചേട്ടൻ, ഇവൻ എന്റെ ഹസ്ബൻഡ് ആണല്ലോ, അങ്ങനെയൊക്കെ തന്നെയാണ്. പുള്ളിയൊക്കെ ആണെങ്കിൽ ഇവരൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേനും സൗണ്ട് ഇങ്ങനെ ഓവറായിട്ട് കേൾക്കത്തില്ലേ ഇപ്പൊ, അങ്ങനെ സൗണ്ട് കേൾക്കുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര ഈർച്ചയാണ്. അപ്പൊ അവര് പറയും സൗണ്ട് കേൾപ്പിക്കാതെ ഇച്ചിരി സൗണ്ട് കുറച്ച് കഴിക്കുക എന്നൊക്കെ രീതിയിലൊക്കെ പറയും. ഇപ്പൊ ഞാനാണെങ്കിൽ ചില സമയത്ത് മുറുക്ക കഴിക്കുമല്ലോ, കം 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 എന്നൊക്കെ പറഞ്ഞിട്ട് സൗണ്ട് ഒക്കെ കേൾക്കുമല്ലോ. അപ്പൊ ആ ടൈമിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കണം, ഈ കല്യാണം ഇങ്ങനെ കാണിക്കുമ്പോൾ ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്കാണെങ്കിൽ എന്തൊക്കെയോ ഒരു പോലെ തോന്നുന്നില്ലേ? ഇതൊക്കെ സത്യം, ഇത് ശരിക്കും ഒരു ഓവറല്ലേ? പിന്നെ നമുക്ക് കല്യാണിയുടെ വീഡിയോ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും കല്യാണിയുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായി പോയല്ലേ. ഇത്രയും പ്രൊമോഷൻസ് കൊടുത്ത് ഭയങ്കര സ്കിന്ന്. നിങ്ങൾ തന്നെ നോക്കിക്കോ, ഇവരുടെ എല്ലാ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളായി പോയിട്ടുണ്ട് ഇവരുടെ. അതായത് നേരത്തെ അതും ഇതൊക്കെ വാരി തേച്ച് ഇപ്പൊ ഫുള്ള് സ്കിന്ന് ഡാമേജ് ആയിപ്പോയി. ആ ഡോക്ടർ പറഞ്ഞത് ഇവരുടെ ഔട്ടർ കവർ ഫുള്ള് സ്കിൻ ബാരിയർ അങ്ങ് നശിച്ചു പോയെന്നാ പറയണത്. അപ്പൊ അത് നമുക്ക് ഇവരുടെ ഫേസിൽ ശരിക്കും അത് എടുത്ത് അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എന്റെ ഒരു ഫ്രണ്ട് എന്നോട്, എന്റെ ക്ലോസ് ഫ്രണ്ട് ആട്ടോ, അവരെന്നോട് പറഞ്ഞു, അതായത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ അത് എന്താണ്, അതായത് നമുക്ക് അപ്പൊ അവര് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു പ്രൊമോഷൻ ചെയ്യുമല്ലോ, ആ പ്രൊമോഷൻ ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മൾ കണ്ടറിഞ്ഞ് വാങ്ങിച്ചാൽ പോരെ. ഇവരൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ നിൽക്കണ എങ്ങനെ? അപ്പൊ അത് നമ്മൾ കണ്ടറിഞ്ഞ് വാങ്ങിച്ചാൽ പോരെ. ടിവിയിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെയോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് അപർണ എന്ന് പറഞ്ഞ ഒരു പെണ്ണില്ലേ, അവരുടെ ഒരു ഷോർട്സ് ഇട്ടപ്പോഴാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്കത് നമ്മൾ അത്ര മന്ദബുദ്ധികളാണോ? നമ്മളത്ര മന്ദബുദ്ധികളാണോ ഇവര് പറയണത് അതുപോലെ കേട്ട് നമ്മളത് വാങ്ങിക്കാനായിട്ട് എന്ന് പറയുന്നത്? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മളിത് എത്ര എഡ്യൂക്കേറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. കാരണം ഇതിന് കൂട്ട് നിൽക്കണം നമ്മളുടെ ആൾക്കാർ തന്നെയാണ് ഇതിനൊക്കെ കൂട്ട് നിൽക്കണം. കാരണം വെച്ചാൽ ഞാനിപ്പോ ഒരു വീഡിയോ ഇത് ചെയ്തിട്ട് അത് മറ്റുള്ളവരുടെ കൺവീൻസ് ശ്രമിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും വിശ്വസിക്കരുത്. ഞാൻ ഒത്തിരി പേര് ഇതും കണ്ടിട്ട് കാശ് കളയുന്ന ആൾക്കാരുണ്ട്. ഞാൻ സത്യമായിട്ടും പറയണേ, എനിക്ക് എനിക്ക് വന്നിട്ട് കുഞ്ഞു വന്നിട്ട് ഒരു 3 ഇയേഴ്സോളം ആയിട്ടുണ്ട്. ഒരു 4 ഇയേഴ്സിന് മുമ്പ് വരെ ഞാൻ 4 ഇയേഴ്സ്, ഒരു 3 ഇയേഴ്സ് മുമ്പ് വരെ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി നല്ല ബ്രാൻഡ് ഒക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ അതിന്റെ ക്രീംസ് ഒക്കെ വാങ്ങിക്കുമായിരുന്നു. അത്യാവശ്യം ഫേസിലൊക്കെ തേക്കുമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പക്ഷെ അത് തേക്കും. കാരണം അത് ഇവര് പറയണത് കേട്ടിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ നമ്മളത് തേച്ച് കഴിയുമ്പോൾ നമുക്ക് അവര് പറയുന്ന റിസൾട്ട് ഇല്ല. അപ്പൊ എനിക്ക് സ്വയമായിട്ട് ബോധ്യം വന്നതാണ് ഇതൊക്കെ വെറുതെ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞത് ഈ ഗ്ലാമിങ്ങിയുടെ ഒക്കെ വീഡിയോസ് ഒക്കെ ഞാൻ ആദ്യമൊക്കെ കാണുമായിരുന്നു. ഇഷ്ടമായിരുന്നു ആ വീഡിയോസ് ഒക്കെ, ജെന്യുവിൻ. കാരണം അത്രയും താഴ്ന്ന ഇതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അവർ അത്ര ജെന്യുവിൻ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അതേപോലെ ഞാൻ നിർത്തി. അപ്പൊ നമുക്ക് ബോധമില്ലാത്തതാണ്. കാരണം നമ്മൾ ഇവരുടെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അവരുടെ ഫാമിലിയുടെ എല്ലാ കാര്യം നമ്മൾക്ക് അറിയാം എന്ന രീതിയിൽ നമ്മൾ അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ആ വിശ്വാസത്തിലൂടെയാണ് ഇവര് കാണിക്കുന്ന ഓരോ പ്രോഡക്റ്റും നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെ. അത് വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും അത് കൊള്ളില്ല എന്നറിയണം. അപ്പൊ എനിക്ക് തോന്നിയതാണ്. ഞാൻ എനിക്ക് അറിയാവുന്നവരൊക്കെയാണ് ഞാൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ പിന്നെ അവര് പറയുന്നുണ്ട് മറ്റേ എന്താണ്, ഗിവ് അവേ കൊടുക്കുമല്ലോ. ഗിവ് അവേ കൊടുക്കുമ്പോ അപർണയൊക്കെ നല്ല ഗിവ് അവേ ഒക്കെ കൊടുക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ എന്തോരം ഗിവ് അവേ ഒക്കെ കൊടുക്കുന്ന ആൾക്കാരാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഗിവ് അവേനെ കുറിച്ചൊന്നും അറിയത്തില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് ഗിവ് അവേ എന്തെങ്കിലും തരുവാണെങ്കിൽ ഇതൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടണതാണ്.
ഫ്രീ ആയിട്ട്, അതായത് ക്രീംസ് ആണെങ്കിലും പ്രോഡക്ട്സ് ആണെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ഓരോ ബ്രാൻഡുകാർ അയച്ചു കൊടുക്കണതാണ്. ആ അയച്ചു കൊടുക്കുന്ന സാധനമാണ് നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് ഇവർ തരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ ഈ സബ്സ്ക്രൈബേഴ്സിന് ഇവർ ഇത്രയും ചെയ്തു തരുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അതൊക്കെ ഇവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ അവർ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് വെറുതെ തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ തരത്തേയില്ല. അവര് ഇതിനു വേണ്ടിയിട്ട്, അതായത് അവര് പുണ്യം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ ഇത് ചെയ്യുന്നത്. അവർക്ക് നമ്മൾ ഈ ഗിവ് അവേ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നേരത്ത് നമ്മുടെ റീച്ച് ഒന്നും കൂടി കൂടുക. ആ റീച്ച് കൂടുന്നതോടെ അവർക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ കൂടുതൽ പ്രേക്ഷകരെ കിട്ടിക്കൊണ്ടിരിക്കുക. അതാണ് അവരുടെ ഉദ്ദേശം. ഈ ഗിവ് അവേ ഒക്കെ കൊടുക്കുന്നത് അവർ സ്വന്തം കാശിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കണമെന്നൊക്കെ ചിലരൊക്കെ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഇൻസ്റ്റയിലൊക്കെ കുറച്ച് DM ഒക്കെ വന്നതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ അതൊക്കെ. പിന്നെ നിങ്ങളോട് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുന്നതിനെ കുറിച്ച്. ഈ പറയുന്ന കല്യാണി ഇതുപോലെയൊക്കെ ഫുഡിന്റെ കാണിച്ചിട്ട് ഇത്ര ഓവറായിട്ട് എക്സ്പ്രഷൻ ഇടേണ്ട ആവശ്യമുണ്ടോ? അതിനെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമന്റിലൂടെ നിങ്ങൾ തന്നെ അറിയിക്കണം ദയവ് ചെയ്ത്. പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ ഒക്കെ വ്ളോഗിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. അതായത് ടിവിയിൽ കാണിക്കുന്നതും ഈ പ്രോഡക്റ്റ് റിവ്യൂ പറയുന്ന ഈ നമ്മുടെ ഈ ചെറിയൊരു കയ്യിലിരിക്കുന്ന ഫോണിലൂടെ കാണുന്നതും അത് രണ്ടും ഒരേ ക്ലാസ്സിൽ വെക്കാൻ പറ്റുന്ന രീതിയിലാണോ എന്നതിനെ കുറിച്ച് നിങ്ങൾ പറയണം. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ചാനലിന് ഹൈപ്പും കൂടി ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. മറ്റൊരു വീഡിയോ കൂടി വീണ്ടും കാണാം.